പെട്ടെന്ന് ഉണ്ടാക്കുന്ന കുറേ ബിരിയാണീസിൻ്റെ റെസിപ്പീസ് ഇടുമെന്ന് കൂട്ടുകാരൊക്കെ പറയാറുണ്ട്. ഇന്ന് ഞാൻ മട്ടൻ ബിരിയാണിയാണ് ചെയ്യുന്നത്. മട്ടൻ ബിരിയാണി ചെയ്യാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. മാരിനേറ്റ് ചെയ്യണം, കുക്ക് ചെയ്യണം. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ടു മോൾ മാത്തീസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. മട്ടൻ ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെക്കണം. അതുകൊണ്ടാണ് ആദ്യം അതിപ്പടി ചെയ്യുന്നത്. 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു മീഡിയം സൈസിലാണ് മുതിർച്ചിരിക്കുന്നത്. കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരു 2 തുടം വെളുത്തുള്ളി, ഒരു 12 ചെറിയുള്ളി എടുത്താൽ നല്ലതാണ്. ഇതൊരു ചെറിയുള്ളി അല്ല, സവോള അല്ലാത്തൊരു പരുവത്തിലാണ് ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ഇഞ്ചി, 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ തന്നെ പച്ചമുളക് ആയതുകൊണ്ടാണ് ചെറുതായിട്ടൊക്കെ ഇരിക്കുന്നത്. നല്ല എരിയുള്ളതാണ്. ഇത് നമുക്കൊന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുക്കാം. കല്ലിലല്ലെങ്കിൽ മിക്സിയിലാണെങ്കിലും ഒന്ന് ചതച്ചെടുക്കാം. മട്ടൺ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇച്ചിരി വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു പിടി ഫ്രൈഡ് അണിയൻസ് എടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കാം. 3/4 സ്പൂൺ ഗരം മസാല, 3/4 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത്, 1/4 കപ്പ് യോഗട്ട്. ഇതിവിടെ തന്നെ ഉണ്ടാക്കിയ നല്ല കട്ട തൈരാണ്. മട്ടന് പാകത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ 1 സ്പൂണാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ചേർക്കുമ്പോൾ ഞാൻ കൂടെ ഒരു ശകല എണ്ണ ചേർക്കാറുണ്ട്. നെയ്യും ബട്ടറും ഒന്നും വേണമാകാതിരിക്കാൻ വേണ്ടി ചേർക്കുന്നതാണ്. ചൂടായി വരുമ്പം ബേ ലീവ്സ് ചേർക്കാം. ഇവിടുന്ന് പറിച്ചതായതുകൊണ്ട് ഞാൻ ഫ്രഷ് ബേ ലീവ്സാണ് ചേർക്കുന്നത്. 1 ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഏലക്കയും ഗ്രാമ്പും 10 വീതം. ഇതൊന്ന് പൊട്ടി വരുമ്പം നമുക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർക്കാം. സാധാരണ കേറ്ററിംഗുകാരൊക്കെ 1 കിലോ മട്ടൻ 1 കിലോ അരിയാണ് ചേർക്കുന്നത്. ഞാൻ 3/4 കിലോ അരിയാണ് ചേർത്തിരിക്കുന്നത്. മെഷറിംഗ് കപ്പിന് 4 കപ്പാണ്. ഈ ബസ്മതി റൈസ് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളം ഊറ്റി വെച്ചിരുന്നതാണ്. അരി ഒന്ന് വഴറ്റിയിട്ട് കണ്ടോ, ഒന്ന് പൊട്ടുന്ന ഒച്ച കേൾക്കുന്നില്ലേ? അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന മെഷറിംഗ് കപ്പിന് 1.5 കപ്പ് രീതിയിൽ വെള്ളം ഒഴിക്കണം. നമ്മൾ 4 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 6 കപ്പ് വെള്ളം ഒഴിക്കാം. പാകത്ത് ഉപ്പ് ചേർക്കാം. നമ്മൾ വീട്ടിനൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ചോറിനുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇതിന് മൂടി വെച്ച് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കുക. മട്ടൻ കുക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കുക്കറിൽ തന്നെ സവാളയൊക്കെ വഴറ്റിയെടുത്താലും മതി. കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ എണ്ണ ഒഴിക്കാം. കനം കുറച്ച് നീളത്തിലരിഞ്ഞ 2 സവാള ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള കണ്ട നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളർ കിട്ടും. നല്ല എരിവ് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും പിരിയമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താൽ മതി. മസാല മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓൾ സ്പൈസ് എല്ലാം ചേർക്കുകയാണ്. നല്ലൊരു ഫ്ലേവർ മണം കിട്ടും. 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കാം. നമ്മൾ 1/4 കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി മൊത്തം 1/2 കപ്പ് മിച്ചം തൈര്, കട്ട തൈരാണ് ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ്. അത് ചേർത്ത് തൈരും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം. തൈരൊക്കെ നല്ലതായിട്ടൊന്ന് മിക്സായിട്ട് നന്നായിട്ട് അലിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മട്ടൻ ഇട്ട് നന്നായിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 3-4 കറിവേപ്പിലയും 1 പിടി മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് മട്ടൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കുക. ഇറച്ചിയിലൊട്ടും വെള്ളം ചേർക്കാതാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. ഇത്രയും മസാലയൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് ഇച്ചിരി വെള്ളം ചേർത്ത് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്, അടി പിടിക്കാതൊക്കെ. ഇനി വെള്ളം സൂക്ഷിച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇതൊരു സ്വല്പം വെള്ളം കൂടുതൽ, അതുകൊണ്ട് ഈ ചാറ് മാത്രം ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഒന്ന് പറ്റിച്ച് മൊത്തം ഇളക്കിയെടുക്കുന്നുണ്ട് ഞാൻ. ചാറൊക്കെ കുറുക്കി ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചോറെങ്ങനെയായി നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടിരുന്നു. കണ്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. എന്നാൽ വെന്ത് പോയിട്ടുമില്ല.
ഇനി നമുക്ക് ട്രേയിലേക്ക് സെറ്റ് ചെയ്യാം. നമുക്കിത് അവനിലോട്ട് വെക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ലെയർ ചെയ്തെടുക്കാം. ചോറ് ആദ്യം എടുക്കാം. ചോറെടുക്കുമ്പോൾ ഞാൻ ഈ വലിയ വലിയ സ്പൈസസ് ഒക്കെ ഒന്ന് മാറ്റും. ഇതിങ്ങനെ കടിക്കുന്ന ആർക്കും ഇഷ്ടമില്ല. അതിൻ്റെ അകത്ത് സത്തൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുമുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈഡ് ഓണിയൻസ്, ഉണക്കമുന്തിരി, കാഷ്യൂനട്ട്, ഇതൊക്കെ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ സമയം പോലെ നേരത്തെ തന്നെ ചെയ്ത് വെക്കാം. കുറച്ച് പൈനാപ്പിൾ നെയ്യിൽ വറുത്തത്, കുറച്ചൊരു കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറു ചൂട് പാലിൽ കുങ്കുമപ്പൂ കലർത്തി ഒഴിക്കാം. പുതിനയില മല്ലിയില ഇടാം. മല്ലിയില ഞാൻ കൂടുതൽ ഇടുന്നത്. ഇറച്ചിയുടെ മേളിൽ ഇതൊക്കെ കുറേശ്ശെ ഇടാം. നമ്മൾ മേളിൽ അവസാനമാണ് ഇടുന്നതെങ്കിൽ എല്ലാം കൂടുതലിടണം. ഇനി നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയ പൈനാപ്പിൾ എസൻസ്. ഇത് നല്ലൊരു മണവും ടേസ്റ്റും തരും. ഇത് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഒഴിക്കുക. ഇത് ജസ്റ്റ് കവർ ചെയ്ത് വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേർക്കാവുള്ളൂ. എന്നാൽ ആ ഓവൻ്റെ അകത്തുനിന്ന് അത് തുറക്കുമ്പോൾ തന്നെ ആ നല്ല മണം വരും. ഇനി ഇത് കവർ ചെയ്ത് അവനിൽ വെക്കാം. ഞാൻ 350 പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 to 20 മിനിറ്റ്സ് മതി. നന്നായിട്ട് നാവി കയറിയാൽ മതി. നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് വെക്കുന്നതെങ്കിൽ നല്ല ചുവട് കട്ടിയുള്ള പാത്രമായിരിക്കണം. ചെറു തീയിൽ ഒട്ടും ആവി പുറത്ത് പോകാതെ നല്ലതായിട്ട് ടൈറ്റായിട്ട് അടച്ച് ഒരു 15 to 20 മിനിറ്റ്സ് അല്ലെങ്കിൽ നന്നായിട്ട് നാവി സൈഡിൽ കൂടെ വരുന്നത് വരെ വെച്ചാൽ മതിയാവും. ആഹാ, ഇത് ഓവനിൽ നിന്ന് എടുത്തൊന്ന് തുറക്കുമ്പോൾ തന്നെ എന്താ ഒരു മണം! അടിപൊളി. ഇത്രയും കശുവണ്ടിയൊക്കെ വറുത്ത് ആ നെയ്യ് കൂടി എൻ്റെ അകത്ത് ചേർത്തിരുന്നു. കുറച്ച് നെയ്യ് കൂടി ചേർത്തിരുന്നു. പിന്നെ പൈനാപ്പിളിൻ്റെ എസൻസിൻ്റെ ഒക്കെ ആയിട്ട് നല്ലൊരു മണം. ചിക്കാഗോയിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ടേസ്റ്റ് ചെയ്യാമെന്ന് വിളിച്ച് നോക്കാം. ഇത് ആഗ്നസ് ചേച്ചി, ഇത് മോൾ ചേച്ചി. ബിരിയാണി കൊടുത്ത് നമുക്ക് ചോദിക്കാം ഇവർക്ക് ഇഷ്ടപ്പെട്ടോന്ന്. ഞങ്ങളിവിടെ വരാൻ വേണ്ടിയിട്ട് ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു. ഏതായാലും ഫൈനലി അത് സാധിച്ചു. കഴിച്ചിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടോ. കുറെ നാളായിട്ട് ഇത്രയും നല്ലൊരു ബിരിയാണി നാട്ടിൽ വെച്ച് ഞങ്ങൾ പണ്ട് കഴിച്ചിന്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഞാനത് സെർവ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് 2-3 സ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്തായിരുന്നു കേട്ടോ. ഓ, പൈനാപ്പിളിന്റെ ടേസ്റ്റ്. പൈനാപ്പിൾ എൻ്റെ അത് നല്ല നാട്ടിലുള്ള ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ പൈനാപ്പിളിന്റെ എസൻസ് ഞാൻ നേരത്തെ ചേർത്തായിരുന്നു. പൈനാപ്പിൾ അത് നല്ലൊരു ട്രിക്കാണ്. പിന്നെ മല്ലിയില, പുതിനയില ഇതൊക്കെ ചേർക്കുമ്പോഴും നെയ്യ് ചേർക്കുമ്പോഴും പിശുക്ക് കാണിക്കരുത്. അപ്പോൾ ടേസ്റ്റ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. പെട്ടെന്ന് ചെയ്യാവുന്ന ബിരിയാണി പലരും ചോദിച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. താങ്ക് യു. അടിപൊളി. നന്നായിരിക്കുന്നു. നല്ല ഉഗ്രം ബിരിയാണി. അടിപൊളി.